ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഇത്രയധികം സന്നാഹങ്ങൾ വേണോ? അതെ, എന്തുമാത്രം മീറ്റിങ്ങുകൾ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ നടന്ന മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷങ്ങളെ ഉൾപ്പെടെ കോൺഫിഡൻസിലെടുത്തു. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒരു പഴുതുമില്ലാതെ സകലതും ചെയ്യുന്ന ഒരു ഭാരതത്തെ കാണുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന കോംപ്രിഹെൻസീവ് പദ്ധതി തയ്യാറാവുകയാണെങ്കിൽ ചൈനയ്ക്കും അത് ദോഷകരമായിരിക്കും. അതുകൊണ്ട് ചൈന എന്ത് വില കൊടുത്തും ഇത് ഫ്ലെയറപ്പ് ചെയ്യാതെ നോക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബിസിനസ് ബന്ധം വേറെ, സൈനിക ബന്ധം വേറെ. എല്ലാം ബിസിനസ് കണ്ണിലൂടെ കാണുന്ന ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നേരിട്ട് രംഗത്ത് വരാൻ താല്പര്യമുണ്ടാവില്ല. റഷ്യയുടെ കയ്യിൽ ആയുധങ്ങളില്ല. ഉക്രൈൻ യുദ്ധം നയിക്കാൻ പോലും ആയുധങ്ങളില്ല. കറാച്ചി തുറമുഖം, ഗദ്ദാർ തുറമുഖം മുതലായ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കാനുള്ള തീരുമാനം, നദീജലം തുറന്നു വിടുന്നത് സംബന്ധിച്ചുള്ള കാര്യം പോലും സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെയുള്ളൊരു ആക്രമണമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും വലിയൊരു യുദ്ധം ആസന്നമാണോ? ഇന്ത്യ ഏത് തരത്തിലുള്ള സൈനിക നടപടിയായിരിക്കും പാകിസ്ഥാനെതിരെ സ്വീകരിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് മുൻപ് ഇന്ത്യ പരിശോധിക്കേണ്ടത്, പരിഗണിക്കേണ്ടത്? അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയം എങ്ങനെയാണ് പരിഗണിക്കുന്നത്? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എല്ലാവരും ചോദിക്കുകയാണ്, ഒരു ഓൾ ഔട്ട് മിലിറ്ററി ആക്ഷൻ, അതായത് യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? എല്ലാവരുടെയും നാവിൻ തുമ്പത്തുള്ള ഏറ്റവും പ്രധാന ചോദ്യം യുദ്ധമുണ്ടാകുമോ എന്നല്ല, ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അതിനെ യുദ്ധമെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ല എങ്കിൽ പാകിസ്ഥാനെ മറ്റു രീതിയിൽ ഞെരുക്കിക്കൊണ്ടുവരിക എന്നത് തീരുമാനിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നിരുന്നു. നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും പിറ്റേ ദിവസത്തെ യോഗത്തിൽ കംപ്ലീറ്റ് സൂപ്പർ ക്യാബിനറ്റ് യോഗത്തിൽ അത് അംഗീകരിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ 3 കാര്യങ്ങളാണ് പ്രസക്തമായ കാര്യങ്ങൾ. 1, ദ ഹോൾ നേഷൻ വാണ്ട്സ് ടു റിറ്റാലിയേറ്റ്, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കാൻ രാജ്യത്തെ ജനത ആഗ്രഹിക്കുന്നു എന്ന് സൈന്യത്തിന്, അത് സുരക്ഷാകാര്യ സമിതിയോടൊപ്പം തന്നെ സൈനിക മേധാവിമാരെ കണ്ടു. ജോയിൻറ്റ് ഡിഫൻസ് ഫോഴ്സസിന് ജോയിൻറ്റ് ചീഫ്, അതുപോലെ കരസേനാ മേധാവി, നാവികസേനാ മേധാവി, വ്യോമസേനാ മേധാവി, 3 പേരെയും ഒരുമിച്ച് 3 പേരെ 4 പേര്, അതോടൊപ്പം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് മോദിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ സേനാ മേധാവികളോട് പറഞ്ഞു, ദ ഹോൾ നേഷൻ വാണ്ട്സ് എ റെസ്പോൺസ്. ആ റെസ്പോൺസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്ന. റെസ്പോൺസ് എന്ന് പറഞ്ഞ പ്രതികരണം സൈനികമായ പ്രതികരണമാണ്. സൈന്യത്തോട് സംസാരിക്കുന്നത് നയതന്ത്ര പ്രതികരണമല്ലല്ലോ, സൈനിക പ്രതികരണമാണ്. അത് രാജ്യം നിങ്ങളോടൊപ്പമുണ്ട്. ദ കൺട്രി, ദ നേഷൻ ഹോപ്സ് ഓഫ് ദ നേഷൻ ലൈസ് ഓൺ യുവർ ഷോൾഡേഴ്സ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ്. അത് 2. 3, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് തരത്തിലുള്ള തിരിച്ചടി വേണം. അത് രാഷ്ട്രീയ നേതൃത്വം പറയില്ല, ഇന്ന ഇടത്ത് ഇന്ന സമയത്ത് അറ്റാക്ക് ചെയ്യണം എന്നും പറയില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. പൂർണ്ണ സ്വാതന്ത്ര്യം കര, വ്യോമ, നാവിക സേനകൾക്ക് നൽകിയിരിക്കുന്നു. അതിനർത്ഥം മുൻകാലങ്ങളിൽ ചെയ്ത പ്രതികരണങ്ങൾ, കൃത്യമായ 3 പ്രതികരണങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ, 21-ാം നൂറ്റാണ്ടിൽ 3 പ്രതികരണങ്ങൾ. ഒന്ന്, 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 99-ൽ കാർഗിൽ യുദ്ധസമയത്ത് നമ്മുടെ മുന്നിലാണ് യുദ്ധം നടന്നത്. ഇന്ത്യക്കുള്ളിലേക്ക് പാകിസ്ഥാൻ ഇരച്ചു കയറുകയായിരുന്നു കാർഗിൽ മെറ്റാലിക് ഡ്രാസ് സെഗ്മെൻറ്റുകളിൽ. അവിടെ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായി നമ്മൾ പിന്നോട്ടടിച്ചു. പക്ഷേ പാകിസ്ഥാൻ്റെ മണ്ണ് പിടിച്ചെടുത്തിട്ടില്ല. അതേപോലെ തന്നെ 2016-ൽ ഉറി ഭീകരാക്രമണത്തിന് ശേഷം നടത്തിയ തിരിച്ചടി ഒരു കമാൻഡോ ഓപ്പറേഷൻ ആയിരുന്നു. പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി ഏതാനും കിലോമീറ്ററുകൾ കയറി ഭീകര താവളങ്ങൾ ആക്രമിക്കുക. അത് ജയ്ഷെ മുഹമ്മദിൻ്റെ താവളങ്ങളാണ്. അത് ആക്രമിച്ചു, നാശനഷ്ടങ്ങളുണ്ടാക്കി, തിരിച്ചെത്തി. അവിടെയും മണ്ണ് പിടിച്ചിട്ടില്ല. അവസാന സമയം 2019-ലെ പുൽവാമ ആക്രമണത്തിന് മറുപടി എന്ന നിലയിൽ ബാലാക്കോട്ട് നടത്തിയ വ്യോമ ആക്രമണമാണ്. അപ്പോൾ കരവഴിയും എയർ വഴിയും ആക്രമണം നടത്തിയ ഒരു ചരിത്രമാണ്. അവിടെയാണ് ഇപ്രാവശ്യം ദി നേവൽ ആംഗിൾ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. മാത്രമല്ല നാവികസേന വലിയ രീതിയിലുള്ള കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ
വലിയ രീതിയിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ INS സൂററ്റിൽ നിന്നും മിസൈലുകൾ 70 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ, പുതിയ മിസൈലുകൾ പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ വിമാനവാഹിനി കപ്പലുകൾ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എല്ലാം പാകിസ്ഥാനോട് ചേർന്ന കടൽ മേഖലയിൽ, അറബിക്കടലിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ഫോർമേഷനാണ്. അതുമാത്രമല്ല, ഈ നാവിക സേനയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രസ്താവന, കടലുകൾ സുരക്ഷിതമാണെന്ന് കരുതരുത്, നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന രീതിയിൽ വന്ന സോഷ്യൽ മീഡിയ ഒരു പരാമർശം, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ആ അതിർത്തി മേഖല മാത്രമല്ല കടലുകളിലും അസന്തുഷ്ടി അല്ലെങ്കിൽ അതൃപ്തി ഉണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാൻ മാനേജ് ചെയ്യുന്ന രീതി. അതുകൊണ്ട് ആ ബോർഡറിൽ മറുപടി കൊടുത്താൽ പോരാ, മറ്റിടങ്ങളിൽ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ മറുപടി കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച്, കറാച്ചി തുറമുഖം, ഗദ്ദാർ തുറമുഖം മുതലായ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കാനുള്ള തീരുമാനം, നദീജലം തുറന്നു വിടുന്നത് സംബന്ധിച്ചുള്ള കാര്യം പോലും സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെയുള്ളൊരു ആക്രമണമാണ്. അതേപോലെ വ്യാപാരം നിർത്തിവെക്കുന്നു, അതുപോലെ അതിർത്തി കടന്നുള്ള സഞ്ചാരം ഉപേക്ഷിക്കുന്നു, അതുപോലെ നേവൽ ബ്ലോക്കേഡ് ഉണ്ടാകാം. എന്തുകൊണ്ടുണ്ടായിക്കൂടാ? ഒരു യുദ്ധം മാത്രമല്ല പ്രതികരണം, നേവൽ ബ്ലോക്കേഡ്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ചരക്കുകൾ എത്തണമെങ്കിൽ, ഓപ്പൺ സീയിലൂടെ എത്തണമെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. ആ തുറമുഖങ്ങൾ ബ്ലോക്ക് ചെയ്താൽ അപ്പോൾ ചൈന വെറുതെ ഇരിക്കുമോ? ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ഗദ്ദാർ തുറമുഖം വികസിപ്പിച്ചതെന്ന് ഓർക്കണം. അപ്പം അങ്ങനെ റാമിഫിക്കേഷൻസ് പലതുമുള്ള നടപടികളിലേക്ക് ഭാരതം നീങ്ങുമോ, അതോ ജനത്തിൻ്റെ രോക്ഷം ശമിപ്പിക്കാൻ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്, ബാലാക്കോട്ടിന് സമാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഇത്രയധികം സന്നാഹങ്ങൾ വേണോ? അതെ, എന്തുമാത്രം മീറ്റിങ്ങുകൾ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ നടന്ന മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നു, സേനാ തലവന്മാരുമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സംസാരിക്കുന്നു. അതുമാത്രമല്ല, മറ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF, അതുപോലെ ആസാം റൈഫിൾസ്, അങ്ങനെയുള്ള മറ്റ് സേനാ വിഭാഗങ്ങളുമായി, അർദ്ധസൈനിക വിഭാഗങ്ങളുമായി സംസാരിക്കുന്നു. അത് നിരന്തരമായ സംസാരങ്ങളാണ്. അതിന് പുറമെയാണ് മുൻപ് പ്രതിപക്ഷങ്ങളെ ഉൾപ്പെടെ കോൺഫിഡൻസിലെടുത്തു. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒരു പഴുതുമില്ലാതെ സകലതും ചെയ്യുന്ന ഒരു ഭാരതത്തെ കാണുന്നു. ഇന്ത്യ ഇപ്പോൾ വളരെ ശക്തമായി തിരിച്ചടിക്കും എന്ന ഒരു സൂചന പാകിസ്ഥാന് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം പാകിസ്ഥാൻ്റെ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണ്, 24 മുതൽ 36 മണിക്കൂറിനകത്ത് അത് ഉണ്ടാകും, UN ഇക്കാര്യം അറിയിക്കുന്നു. ഒരു പരിഭ്രാന്തനായ പാക് മന്ത്രിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അവർ തീർത്തും ആശങ്കയിലാണെന്ന് തോന്നുന്നു, അല്ലേ? ഒരു മന്ത്രിയല്ല, 3 മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ 3 മന്ത്രിമാരുടെ രോദനം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകരാജ്യങ്ങൾ കേട്ടു. അത് 3 തന്നെ വാർ ഈസ് ഇമ്മിനൻറ്റ്. അതായത് പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പറയുകയാണ്, യുദ്ധം ഏത് നിമിഷവും വരാം. അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് 24 മുതൽ 36 മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം തീർച്ചയായും ഉണ്ടാകും, ഞങ്ങളെ രക്ഷിക്കൂ എന്ന രീതിയിലാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം. അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ മുൻപ് തന്നെ പറഞ്ഞു വെച്ചതാണ്, ആക്രമണം ഉറപ്പായും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് രാത്രിയിൽ പത്രസമ്മേളനം വിളിക്കുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ്. എന്നിട്ട് ലോകത്തോടായി പറയുകയാണ്, ഞങ്ങൾ ആക്രമണം ഫേസ് ചെയ്യുന്നു. നേരിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായി സംസാരിക്കുന്നു. അങ്ങനെ ആന്റോണിയോ ഗുട്ടറസിനെ കൊണ്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം എന്ന ഒരു നിർദ്ദേശം വയ്പ്പിക്കുകയാണ്. അത് രാത്രിയുടെ മറവിൽ തന്നെ ഉള്ള സുരക്ഷാ ഭീഷണി എന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ആക്രമണം വരും എന്ന ആശങ്കയിൽ തന്നെയാണ് പാകിസ്ഥാൻ. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇന്ത്യക്ക് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തി കഴിയുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വയ്ക്കുവാൻ കുറേയേറെ തെളിവുകളുടെ ആവശ്യവും ഉണ്ട്. കാരണം ഇത് പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നമുക്കത് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ അത് അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇന്ത്യക്ക് ഉണ്ട്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പോലും അക്കാര്യമാണ് പറഞ്ഞത്, ഈ പഹൽഗാം ആക്രമണത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കും ഇല്ല, ഞങ്ങളെ വെറുതെ ബ്ലെയിം ചെയ്യുകയാണ് ഇന്ത്യ, ഏകപക്ഷീയമായ ഒരു ആരോപണമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യ ഈ ഭീകരരെ വനത്തിനുള്ളിൽ വെച്ച് തന്നെ ജീവനോടെ പിടികൂടണം എന്നുള്ള ഒരു നീക്കവുമായി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവനോടെ 7 ഭീകരർ ആക്രമണം നടത്തിയ 7 ഭീകരരിൽ 3 പേരെങ്കിലും പാകിസ്ഥാൻ പൗരന്മാർ തന്നെയാണ്.
അതേക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രേഖാചിത്രങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ കൈവശമുണ്ട്. അത് പോരാ, യഥാർത്ഥത്തിൽ അവർ പാകിസ്ഥാൻകാരാണെന്ന് തെളിയിക്കാൻ നേരിട്ട് അവരെ പിടിക്കുക എന്നതാണ് ഏറ്റവും കരണീയമായ മാർഗം. അതുകൊണ്ട് ഇപ്പോൾ പീർ പഞ്ചാൽ മലനിരകളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ഒരു 4 പോയിന്റിൽ സുരക്ഷാ സേനയുമായി മുഖാമുഖം വന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അവർ യാത്രാപഥത്തിലാണ്. ഒരു വീട്ടിൽ ചെന്ന് രാത്രിയിൽ ആഹാരം ചോദിച്ചു. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള തെളിവുണ്ട്. പിന്നീട് അവർ പ്രയാണത്തിലാണ്. അവർ ഒരുപക്ഷെ ജമ്മു മേഖലയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അനന്തനാഗിൽ നിന്നും കൊക്രനാഗ് മേഖലയിലേക്ക് കടക്കുകയും അവിടുത്തെ ജമ്മുവിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് പാകിസ്ഥാനിലേക്ക് പോകാൻ പദ്ധതി ഇടുന്നതായി സൂചനയുണ്ട്. അതിന് മുൻപ് തന്നെ അവർ കസ്റ്റഡിയിലാവുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള ഭീകരർ സാധാരണ കസ്റ്റഡിയിലാകാറില്ല. അവർ ഒന്നിൽ സൈനൈഡ് കഴിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ അവരെ സ്വയം വെടിവെച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. പലപ്പോഴും ചെയ്യുന്ന വ്യാജ ഏറ്റുമുട്ടൽ എന്നാണ് ആരോപണം വരുന്നത്. കാരണം അവരിൽ നിന്നും കിട്ടുന്ന എല്ലാ തെളിവുകളും അത്ര അനുകൂലമാകണമെന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അവരെ ജീവനോട് പിടിക്കുന്നത്? ആമിർ അജ്മൽ കസബിനെ ബോംബെ ഭീകരാക്രമണത്തിൽ 2008 പിടികൂടിയത് നമുക്കറിയാം. പാകിസ്ഥാൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ പൗരനല്ല. എല്ലാ തെളിവുകളും സഹിതം ഇന്ത്യ സ്ഥാപിച്ചു ആമിർ അജ്മൽ കസബ് ഇന്ത്യൻ പൗരൻ തന്നെയാണ്. ഇപ്പോൾ പറയുന്നു പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഫ്രോണ്ടൽ ഓർഗനൈസേഷനായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 4 ദിവസത്തിനുള്ളിൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് മലക്കം പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ലഷ്കർ ഇ തോയ്ബ പറഞ്ഞു ഞങ്ങളിപ്പോൾ പ്രവർത്തനത്തിലേ ഇല്ല, ഞങ്ങളുടെ ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ എന്നത് വെറും ഇമാജിനേഷൻ മാത്രമാണ്. അപ്പോൾ ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? കാരണം ആ ഒരു രീതിയിൽ വ്യാജ പ്രചരണങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് എന്ന് പാകിസ്ഥാൻ പറയുന്നു. അതുകൊണ്ടാണ് ചൈനയോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോടെ പറയണം. ചൈന മാത്രമാണ് അത് ഏറ്റുപിടിച്ചത്. ലോകരാജ്യങ്ങളോടെല്ലാം പറഞ്ഞു. അമേരിക്ക പ്രതികരിച്ചില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. ട്രംപ് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ചോ, നിങ്ങൾ പരിഹരിച്ചോ, ഞങ്ങളെ നോക്കണ്ട. അതുപോലെ റഷ്യ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നേരിട്ട് ഇടപെടുമെന്നല്ല അതിനർത്ഥം, ഇന്ത്യക്കെതിരെ നിൽക്കില്ല എന്നൊരു പ്രതീക്ഷയാണ്. ചൈന മാത്രമാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ച രീതിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിനെ കൊണ്ടുകൂടി അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിപ്പിക്കാൻ ഉള്ള നയതന്ത്ര നീക്കത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കൊരു നയതന്ത്രപരമായ മേൽക്കൈ ലഭിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ നള്ളിഫൈ ചെയ്യാൻ, ബ്ലണ്ട് ചെയ്യാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ പാകിസ്ഥാൻ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വളരെ പ്രസക്തമാണ് ആർക്കൊക്കെ ഒപ്പം നിൽക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യം. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? എന്നും ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം നേരിട്ടപ്പോൾ ഇന്ത്യക്ക് ഒപ്പം നിന്നിട്ടുള്ള രാജ്യം ഇസ്രയേലാണ്, ഒപ്പം അതിനൊപ്പം റഷ്യയുമാണ്. മറ്റ് ഈ 2 രാജ്യങ്ങളും അതേ സ്ഥിതി ഇപ്പോഴും തുടരുമോ? അതേ നിലപാട് ഇപ്പോഴും തുടരുമോ? അതിനൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും രാജ്യങ്ങൾ, അമേരിക്കയുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യ നല്ല ബന്ധത്തിലാണ്, വളരെ അടുത്ത സുഹൃത്തായി മാറി. പക്ഷേ ആ സൗഹൃദം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക തുറന്ന് പ്രകടിപ്പിക്കുമോ? സഹായം എത്തുമോ? ബിസിനസ് ബന്ധം വേറെ, സൈനിക ബന്ധം വേറെ. എല്ലാം ബിസിനസ് കണ്ണിലൂടെ കാണുന്ന ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നേരിട്ട് രംഗത്ത് വരാൻ താല്പര്യമുണ്ടാവില്ല. പാകിസ്ഥാനുമായി ആയുധ കച്ചവടമുണ്ട്, അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇന്ത്യയുമായി വലിയ തോതിലുള്ള കച്ചവട സാധ്യതയാണ്. അത് മാത്രമല്ല മറ്റ് ചില സാങ്കേതിക സഹകരണം ഉൾപ്പെടെ ഇന്ത്യയുമായി അമേരിക്ക വെച്ചു പുലർത്തുന്നു. 2 രാജ്യങ്ങളെയും പിണക്കാവുന്ന ഒരു നിലയിലല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്നാൽ അമേരിക്ക തേടിക്കൊണ്ടിരുന്ന കൂട്ടം ഭീകരനായ ഒസാമ ബിൻ ലാഡൻ പിടിക്കപ്പെട്ടത് പാകിസ്ഥാനിലെ അബട്ടബാദിൽ നിന്നാണ്. അത് ISIയുടെയും പാകിസ്ഥാൻ ആർമിയുടെയും ഒക്കെ സുരക്ഷിത വലയത്തിൽ റാവൽപിണ്ടിയുടെ അടുത്തുള്ള അബട്ടബാദിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അമേരിക്ക പാകിസ്ഥാനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ. അതുമാത്രമല്ല, തീവ്രവാദ വിഷയത്തിൽ അമേരിക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ തുള്ളിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത് എന്ന് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസ്താവന നടത്തി. ഒരു ഓപ്പൺ അഡ്മിഷനാണ്. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭീകരന്മാരെ നനച്ചു വളർത്തിയെടുത്തത്. ഇപ്പോൾ അമേരിക്ക ഞങ്ങളെ കൈയൊഴിയുന്നു, ആ രീതിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് കാര്യമായി ഇടപെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യ വിരുദ്ധമായ ഒരു ഇടപെടൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മുൻപ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 71 യുദ്ധത്തിൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബേ ഓഫ് ബംഗാൾ വരെ വന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ കർശനമായൊരു താക്കീതുണ്ടായിരുന്നു. റഷ്യയുടെ സഹായത്തോടു കൂടി മിസസ് ഗാന്ധി സെഡ് വെരി ഫേമസ്ലി, യു ക്യാൻ കം ആൻഡ് സ്റ്റേ ഹിയർ, യു ക്യാൻ കം ഇൻ ടു ദ ഓഷൻ ആൻഡ് ബി ഹിയർ. പക്ഷെ അടുത്ത് വന്നാൽ നിങ്ങൾ തിരിച്ചു പോകണോ എന്ന്
ഞങ്ങൾ തീരുമാനിക്കും. അത് റഷ്യയുമായി ഇന്ത്യ ഉണ്ടാക്കിയ ദ ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് സൈനിക കരാർ കൂടിയാണ്. അന്ന് ഓർക്കൂ, നമ്മൾ ചേരിചേരാ നയം വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നും കൂടി ഓർക്കുക. ഇന്ന് അതല്ല, റഷ്യയുടെ കയ്യിൽ ആയുധങ്ങളില്ല. ഉക്രൈൻ യുദ്ധം നയിക്കാൻ പോലും ആയുധങ്ങളില്ല. കൂലിപ്പട്ടാളം, പ്രഗോഷിൻ്റെ കൂലിപ്പട്ടാളം, വാഗ്നർ ആർമി ഉപയോഗിച്ചാണ് പലപ്പോഴും യുദ്ധം നയിച്ചിരുന്ന പ്രഗോഷൻ പോയി. കൊറിയൻ സൈനികർ റഷ്യയിൽ വന്ന് യുദ്ധം ചെയ്യുന്നു. എന്തിന്? കൊച്ചു കേരളത്തിൽ നിന്ന് പോലും റഷ്യയിൽ യുദ്ധം ചെയ്യാൻ സൈനികർ പോവുകയും അവിടെ പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത വാർത്ത കാണുന്നു. അമ്യൂണിഷൻസ് തീരെ കുറവാണ്. ഇറാൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യ പലപ്പോഴും യുദ്ധം ചെയ്യുന്നത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ റഷ്യ വലിയ സമ്മർദ്ദത്തിലാണ്. അപ്പോൾ ഇന്ത്യയെ അങ്ങനെ സഹായിക്കാനും ആവാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇസ്രായേലും മറുവശത്ത് കുറേ നാളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കുമോ? മറ്റൊന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഇന്ത്യക്ക് കിട്ടുമോ? കാരണം അവരൊക്കെ തന്നെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് സപ്പോർട്ട് അവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ലേ? ഇതിന് ഒരു തീവ്രവാദത്തിനെതിരെ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണ് എങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കാനുള്ള, പ്രത്യേകിച്ചും വികസിത ലോകം, പാശ്ചാത്യ ലോകം ഒന്നിച്ചു നിൽക്കാനുള്ള ചെറിയ സാധ്യതയുണ്ട്. പക്ഷെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അവരാരും ആഗ്രഹിക്കുന്നില്ല. അവർക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വ്യാപാര യുദ്ധം ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യയാണ് പാശ്ചാത്യ ലോകവും. ഇസ്രയേൽ മാത്രമാണ് മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് ഇസ്രയേലുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ 1999 കാർഗിൽ യുദ്ധ സമയത്താണ് ഇസ്രയേൽ നൽകിയ വിലപ്പെട്ട വിവരങ്ങൾ ഇന്ത്യക്ക് പ്രയോജനമായത്. ആ യുദ്ധത്തിലാണ്. അതിനുശേഷം ഒരുപാട് ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലുമായി. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീഷണികൾ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ മൊസദിൻ്റെ ഉൾപ്പെടെയുള്ള സേവനം ആവശ്യമാണ്. മൊസദിൻ്റെ ഒരു ചെറിയ ടീം ഡൽഹിയിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്യുന്നു എന്നുകൂടി പറയുമ്പോൾ യഥാർത്ഥ ഇന്ത്യ ഇസ്രായേൽ സഹകരണം വളരെ വലിയ തോതിലാണ്, മറ്റൊരു തലത്തിലെത്തി നിൽക്കുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനും ആയുധങ്ങൾ അധികം ഇപ്പോൾ നൽകാനാവില്ല. സാങ്കേതിക സഹായവും ലോജിസ്റ്റിക്കൽ സഹായവും, അതുമാത്രമല്ല ചില കീ ഇൻപുട്ടുകൾ തരാനാവും. ഇൻ്റലിജൻസ് ഷെയറിംഗ് സാധിക്കുമെന്നതല്ലാതെ സാറ്റലൈറ്റ് ഇമേജ് ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾക്ക് വലിയ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇസ്രായേൽ ഒരു യുദ്ധത്തിലാണ്, ഹമാസുമായി പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നുകൂടി പരിഗണിക്കണം. അതുകൊണ്ട് മറ്റാരും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യക്കെതിരെ രാജ്യങ്ങൾ സംഘടിക്കാൻ കാര്യമായ സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല. പാകിസ്ഥാൻ അനുകൂലമായി ചൈനയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാം വേണമെങ്കിൽ തുർക്കിയുടെ വിമാനങ്ങൾ പാകിസ്ഥാനിൽ വന്നു, ആയുധങ്ങൾ കൊടുത്തു. അതൊക്കെ ഒരു കെട്ടുകഥയായി മാത്രമാണ് തുർക്കി വിശേഷിപ്പിക്കുന്നത്. അവർ റീഫ്യൂലിങ്ങിന് വേണ്ടി വിമാനങ്ങൾ കറാച്ചിയിലെത്തിയതാണ് എന്നാണ് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ പറഞ്ഞത്. അതുപോലെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യ പിണക്കുന്നൊരു നയം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. സൗദി അറേബ്യയുടെ കാശ്മീർ നയം വ്യക്തമായി ഇന്ത്യക്ക് അനുകൂലവുമാണ്. പ്രധാനപ്പെട്ട അറബി മുസ്ലിം രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നിഷ്പക്ഷത പാലിക്കുകയോ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന് കാര്യമായ സഹകരണമില്ല. പക്ഷേ ഉറപ്പായി ചൈനയിൽ നിന്നും ലഭിക്കാവുന്ന സഹകരണമുണ്ട്. കാരണം ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗദ്ദാർ തുറമുഖത്തിൻ്റെ വികസനം, ഈ കോറിഡോർ കടന്നു പോകുന്നത് ബലൂചിസ്ഥാനിലൂടെ സിന്ധിലൂടെയൊക്കെ കടന്നു പോകുന്ന കോറിഡോറാണ്. ആ കോറിഡോറ് നശിപ്പിക്കാനും നഷ്ടപ്പെടുത്താനും ചൈന ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത തുക നഷ്ടപ്പെടുത്താനും ചൈന തയ്യാറാവില്ല. ഉപരോധം വരികയാണ്. ഇന്ത്യ നാവിക ഉപരോധത്തിലൂടെ നീങ്ങുകയാണെങ്കിൽ ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് പോളിസി ഇന്ത്യയെ നിരന്തരമായി വരിഞ്ഞു മുറുക്കുക. മാലദ്വീപിലെ തുറമുഖങ്ങൾ, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം, പിന്നെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം, അങ്ങനെയുള്ള തുറമുഖങ്ങളുടെ നിയന്ത്രണത്തിലൂടെ ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്ന പോളിസി കൂടി ഈ ഒരു യുദ്ധസമയത്ത്, യുദ്ധമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കും. അതുമാത്രമല്ല, മലക്ക സ്ട്രെയിറ്റ് വഴിയുള്ള ലോകത്ത് വലിയ വ്യാപാരം നടക്കുന്ന മേഖലയാണ് ചൈനീസ് കടലിൽ നിന്നും, സൗത്ത് ചൈന സീയിൽ നിന്നും മലാക്ക സ്ട്രെയിറ്റ് വഴി, ഇന്തോനേഷ്യ മലേഷ്യ റീജിയനിലെ മലാക്ക ഉൾക്കടൽ വഴി ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരുന്ന കപ്പലുകൾക്ക് ഉൾപ്പെടെ പ്രതിബന്ധം സൃഷ്ടിക്കാൻ ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ ഇന്ത്യ ശ്രമിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന കോംപ്രിഹെൻസീവ് പദ്ധതി തയ്യാറാവുകയാണെങ്കിൽ ചൈനയ്ക്കും അത് ദോഷകരമായിരിക്കും. അതുകൊണ്ട് ചൈന എന്ത് വില കൊടുത്തും ഇത് ഫ്ലെയറപ്പ് ചെയ്യാതെ നോക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചൈനീസ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആർ ഇൻവോൾവ് ഹിയർ. അതുകൊണ്ട് വളയ്ക്കുകയെ ചെയ്യൂ, ഒളിക്കരുത് എന്ന് അനിയനോട് പറയാൻ ചേട്ടനായ ചൈന താല്പര്യം കാട്ടും എന്നാണ് ഒരു പ്രതീക്ഷ. ഓക്കെ, എന്തായാലും നമുക്കപ്പോൾ ഈ 1-2 ദിവസത്തിനകം അറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഈ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുക, വീർപ്പ് മുട്ടിക്കുക, അവർക്ക് നിക്കക്കള്ളിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക, അതോ ഇനിയിപ്പോൾ ഒരു സൈനിക ആക്ഷൻ ആയിരിക്കുമോ എന്ന്, അല്ലേ? ഇതെല്ലാം ചേർന്ന
തന്ത്രപരമായി മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കുക, പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുക. നമ്പർ 1. പാകിസ്ഥാൻ്റെ ജീവനാടി ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സമ്പദ്വ്യവസ്ഥ ഉൾപ്പെടെ കാര്യങ്ങൾ, അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, പരമാവധി ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ പാകിസ്ഥാൻ ജനത, പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും സൈന്യത്തിനെതിരെയും, സൈന്യം ഒരു ബാധ്യതയാകുന്നു ജനങ്ങൾക്ക് അവകാശപ്പെട്ട വിഭവങ്ങൾ തിന്നു തീർക്കുന്ന ബഗനായി മാറുന്നു സൈന്യം എന്ന രീതിയിൽ ജനം ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതാണ് ഏറ്റവും വലിയ തിരുത്തൽ. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഒന്നും വേണ്ട. ജിൽജിത്ത് ബാൽട്ടിസ്ഥാൻ മേഖലയിൽ കാരക്കോറം ഹൈവേ കടന്നു പോകുന്ന ചൈനയും പാകിസ്ഥാനും തമ്മിൽ പാക് അധിനിവേശ കാശ്മീരിലൂടെ ബന്ധിപ്പിക്കുന്ന കാരക്കോറം ഹൈവേയുടെ മധ്യത്തിലെ ആദിലാബാദ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നടന്ന പ്രക്ഷോഭം, അത് വെള്ളമില്ല, വെളിച്ചമില്ല, അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഇന്ത്യ നദി ജലം പങ്കിടുന്നത് നിർത്തിവെക്കുമ്പോൾ ആ ഭാഗമെല്ലാം തന്നെ ഇരുട്ടിലാവുകയാണ്. അവർക്ക് വലിയ ഫ്രീസിങ് കോൾഡാണ് അവിടെ വിദ്യുച്ഛക്തി ഉൽപ്പാദനം നടക്കുന്നില്ല, അണക്കെട്ടുകളുടെ പ്രവർത്തനം നടക്കുന്നില്ല, ജലം എത്തുന്നില്ല. അല്ല എങ്കിൽ വൈദ്യുതി പ്രതിസന്ധിയാണ്. അത് ജനങ്ങൾ തെരുവിലിറങ്ങി. ഇതെല്ലാം നോക്കുമ്പോൾ ചൈനയ്ക്കും ആശങ്കപ്പെടേണ്ടതുണ്ട്, പാകിസ്ഥാന് വലിയ ആശങ്കയാണ്. ആഭ്യന്തരമായി ഇന്ത്യ സുരക്ഷിതമാണ്, ജനം ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതാനും ഒറ്റപ്പെട്ട സ്വരങ്ങൾ, വ്യത്യസ്തമായ സ്വരങ്ങൾ വരുമ്പോഴും ഇന്ത്യ ഈസ് പുട്ടിങ് അപ്പ് എ ബ്രേവ് ഫേസ്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. ബലൂചിസ്ഥാനിൽ, സിന്ധിൽ, ഖൈബർ പഖ്തൂൺഖായിൽ എല്ലായിടത്തും പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നു. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബലാബലത്തിലേക്ക് നീങ്ങുമ്പോൾ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം ഇന്ത്യയിൽ വാനോളം ഉയർന്നിരിക്കുകയും പാകിസ്ഥാനിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. വളരെ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേയേറെ ഫാക്ട്സ് ആണത്. എന്തായാലും നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം. ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭീകരവാദികളെ തീറ്റിപ്പോറ്റി ഇന്ത്യയെ തകർക്കാനുള്ള അവരുടെ ദുഷ്ടതന്ത്രങ്ങൾ ഇനിയെങ്കിലും അവസാനിക്കുമോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു കാരണവശാലും മാറില്ല എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ നന്നാവില്ല എന്നാണ് പാകിസ്ഥാൻ ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി അവർക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതാണ് കാണേണ്ടത്. ഒപ്പം ചതിയനായ ചൈനയുടെ കൂട്ടുകെട്ടും അവർക്കുണ്ട്. ഈ ചതിയൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ചതിയനും അടികിട്ടും. അതുകൊണ്ട് തന്നെ ചതിയൻ ഇനി മുന്നോട്ട് പോവുക വളരെ സൂത്രത്തിലായിരിക്കുമെന്നും ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.